ദിവസത്തെ എന്റെ കോൺടെന്റ് ക്രിയേഷൻ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച എന്താന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും നല്ല കാര്യം ചെയ്യാൻ പോകുമ്പോഴത്തേക്കും ആൾക്കാർക്ക് ഒരുപാട് നെഗറ്റീവ് പറച്ചിലാണ് അല്ലേ. പക്ഷെ അത് ആൾക്കാരുടെ നേച്ചറാണ്. എന്ന് വെച്ചിട്ട് നമ്മൾ ആ നല്ല കാര്യം ചെയ്യാതിരിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ഐ തിങ്ക് ദാറ്റ്സ് ദ ബിഗസ്റ്റ് മിസ്റ്റേക്ക് ദാറ്റ് വി ഓൾ ഡു ഇൻ അവർ ലൈഫ്സ്, റൈറ്റ്? നമ്മളെല്ലാവരും അത് ചെയ്യുന്നുണ്ട്, കണ്ടന്റ് ക്രിയേഷനിലും മാത്രമല്ല. The way we speak, the way we talk, the way we smile, the way we laugh, the way we cry, and even our dressing sense, music taste. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ചുരുക്കം പറഞ്ഞ നമ്മളെല്ലാവരും മറ്റുള്ളവരുടെ ഒപ്പീനിയൻസ് വാലിഡേഷന് വേണ്ടിയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. Don't you think so? Nobody is real nowadays. Nobody is living their authentic self. ഏതെങ്കിലും ഒരാള് സ്വന്തമായിട്ട് ഓത്തന്റിക് സെൽഫ് ചൂസ് ചെയ്ത് ഫേക്ക് സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്ത് സ്വയം ഡ്രീംസ് ഫോളോ ചെയ്ത് ചേസ് ചെയ്ത് ജീവിക്കുന്നത് കാണുമ്പോൾ, ഫ്രീഡം ആയിട്ട് കോൺഫിഡൻസോടെ ജീവിക്കുന്നത് കാണുമ്പോഴത്തേക്കും ഈ ചുറ്റുമുള്ള ആൾക്കാർക്ക് ചൊറിയും. മനസ്സിലായില്ലേ? കൺഫ്യൂഷൻ ക്രിയേറ്റ് ആവും. ഹൗ, വൈ കാണ്ട് ഐ ഡു ലൈക്ക് ദാറ്റ്? എനിക്കെന്തുകൊണ്ട് ആ കോൺഫിഡൻസ് വരുന്നില്ല? അപ്പോ ഇൻ ടേൺ ദേ ക്രിയേറ്റ് നെഗറ്റിവിറ്റി. അങ്ങനെ നെഗറ്റീവ് കമന്റ്സ് വരും, ഇൻസൾട്ട്സ് വരും, തമാശ രീതിയിൽ വരും. ഇറ്റ്സ് നോട്ട് നോർമൽ. ഇറ്റ് ഈസ് their problem, not yours. So stay away from these negative people. The right people, the right person, the right circle, the right audience will choose you. Till then, avoid negative people. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. അപ്പോ ശിവനാം. പിന്നെ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഫോളോ കൊടുത്തേക്കിട്ടാ.